പ്രിയപ്പെട്ടവരെ, ഇന്നലെ നമ്മൾ ആദ്യ സ്നേഹത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിലെ ആദ്യ സഭയ്ക്ക്, എഫേസോസിലെ സഭയ്ക്ക് എഴുതുന്ന ആ കാര്യമാണ് നമ്മൾ ചിന്തിച്ചത്. അതിനോടുള്ള ബന്ധത്തിൽ എഫേസ്യര് അവരുടെ തുടക്കത്തില് സ്നേഹത്തിലെ വളരെ അവരെക്കുറിച്ചൊരു കുറ്റമൊന്നും പറയാനില്ലാത്ത നിലയിൽ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു എന്നൊക്കെ നമ്മൾ കാണുകയുണ്ടായി. എഫേസ്യർക്ക് എഴുതിയ ആ ലേഖനത്തിൽ തന്നെ സ്നേഹത്തെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗം നമുക്ക് തുടക്കത്തിൽ വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം, 1-2 വാക്യങ്ങൾ. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പി. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പി. കണ്ടോ, ഇവിടെയും സ്നേഹത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് പറയുന്നത്. നിങ്ങൾ എങ്ങനെ നടക്കണം? പൗലോസ് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുക, നേരത്തെ അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിൽ അവരോട് വാക്കുകൾ കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഇന്നലെ ചിന്തിച്ചു. മൂപ്പന്മാരെ വിളിച്ചു വരുത്തി പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ ചിന്തിച്ചു. ഇവിടെ ഇതാ ലേഖനം എഴുതുമ്പോൾ വീണ്ടും പറയുന്നു, നിങ്ങൾ എങ്ങനെ നടക്കണം? സ്നേഹത്തിൽ നടക്കണം. സ്നേഹത്തിൽ നടക്കണം. ഈ സ്നേഹത്തിൽ നടക്കാൻ ആരെയാ മാതൃകയാക്കേണ്ടത്? ആ കാര്യം ഇവിടെ പറയുന്നുണ്ട്. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പി. അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പി. അപ്പോൾ സ്നേഹത്തിന്റെ കാര്യത്തിൽ ദൈവത്തെയാണ്, കർത്താവിനെയാണ് നമ്മൾ എന്ത് വെക്കേണ്ടത്? അതിന് മാതൃകയായിട്ട് വെക്കേണ്ടത്. നോക്കുക, അപ്പോ ആദ്യ സ്നേഹം നമ്മൾ ഇന്നലെ പറയുകയുണ്ടായി, അത് ബെസ്റ്റ് ലവ് ആണ്. ആദ്യ സ്നേഹം ഒരു ഗുഡ് ലവ് അല്ല, ബെറ്റർ ലവ് അല്ല, ബെസ്റ്റ് ലവ് ആണ്. ഇത് ബെസ്റ്റ് ലവ് ആണെങ്കിൽ ആ ബെസ്റ്റ് ലവ് ആത്യന്തികമായിട്ട് അതിന്റെ നിലവാരം എവിടെ വരെയാണ്? അതാണ് ഇവിടെ പറയുന്നത്. കർത്താവാണ് സ്നേഹത്തിന്റെ നിലവാരം. കർത്താവ് നമ്മളെ സ്നേഹിച്ചു, നിങ്ങളെ സ്നേഹിച്ചു. ദൈവത്തിന് സൗരഭ്യവാസനായി നിങ്ങൾക്ക് വേണ്ടി വഴിപാടായി തീർന്നു, യാഗമായി തീർന്നു എങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തെ ആ നിലയില് മാതൃകയാക്കിക്കൊണ്ട് നിങ്ങൾ സ്നേഹത്തിൽ നടപ്പീൻ എന്ന് ഇവിടെ പറയുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഇത് പ്രായോഗികമായ കാര്യമാണ്. നമ്മൾ പറഞ്ഞു, കർത്താവായ യേശുക്രിസ്തുവാണ് നമ്മുടെ മാതൃകയെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതകാലത്തിൽ, ഈ ഭൂമിയിലെ ജീവിതത്തിൽ എപ്പോഴും അത് എത്തിപ്പിടിക്കാനാകാത്ത ഒരു ലക്ഷ്യമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കും. അങ്ങനെയാണെങ്കിൽ, എത്തിപ്പിടിക്കാൻ വയ്യാത്ത ലക്ഷ്യമാണെങ്കിൽ പിന്നെ അതെന്താ ലക്ഷ്യമായിട്ട് വെക്കുന്നത്? ലക്ഷ്യമായിട്ട് വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒരിക്കൽ പോലും നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നമുക്കൊരു തൃപ്തി ഉണ്ടായി മതി എന്ന് വെക്കരുത്. നമ്മൾ പിന്നെയും മുന്നോട്ട് ആഞ്ഞുകൊണ്ടിരിക്കണം. ക്രിസ്തീയ ജീവിതത്തെ ഒരു ഓട്ടക്കളമായിട്ട് പൗലോസ് പറയുമ്പോൾ, ഓട്ടക്കളത്തിൽ നിൽക്കുന്നവർക്ക് എപ്പോഴും എന്താ വേണ്ടത്? ഓട്ടക്കളത്തിൽ ആരെങ്കിലും റിലാക്സ് ചെയ്യാൻ കയറി നിൽക്കുമോ? 100 മീറ്റർ ഓട്ടോ, 50 മീറ്റർ ഓടി കഴിഞ്ഞിട്ട് എന്നാ ഇനി ഇച്ചിരി നേരം കൂടി ഇരിക്കാം, വർത്തമാനമൊക്കെ പറയാം, 50 മീറ്റർ ഓടിയില്ലേ? അങ്ങനെയല്ല. എപ്പോഴും ആ ഓട്ടക്കളത്തിലുള്ള ആള് മുന്നോട്ട് ആഞ്ഞുകൊണ്ടിരിക്കുക. ക്രിസ്തീയ ജീവിതം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഓട്ടക്കളമാണെങ്കിൽ നമ്മൾ എപ്പോഴും മുന്നോട്ട് ആഞ്ഞുകൊണ്ടിരിക്കണമെങ്കിൽ ലക്ഷ്യം നമ്മുടെ മുമ്പിൽ എവിടെയെങ്കിലും ഉണ്ടായാലേ പറ്റുള്ളൂ. ലക്ഷ്യത്തിൽ നമ്മൾ എത്തിയാൽ കാര്യങ്ങൾ തീർന്നു. ഇവിടെ നോക്കുക, കർത്താവിനെ ആ നിലയിൽ ലക്ഷ്യമായിട്ട് വെക്കുന്നത് നമ്മൾ എപ്പോഴും ആഞ്ഞുകൊണ്ടിരിക്കാനാണ്. അപ്പൊ ഇത് ലക്ഷ്യം ഒരിക്കലും നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുകയില്ലെങ്കിൽ നമ്മുടെ ബെസ്റ്റ് ലവ് എപ്പോഴാണ് നമുക്ക് പറ്റുന്നത്? പ്രിയപ്പെട്ടവരെ, ഈ ലക്ഷ്യം വെച്ച് പോകുന്ന പോക്കിൽ നമുക്ക് എത്തിപ്പെടാവുന്ന കഴിയുന്ന ഏറ്റവും വലിയ ആ നിലവാരം, അതിനെയാണ് നമ്മുടെ ആദ്യ സ്നേഹം അല്ലെങ്കിൽ നമ്മുടെ ബെസ്റ്റ് ലവ് എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. അല്ലാതെ കർത്താവിനൊപ്പം നമ്മൾ ആയിത്തീർന്നിട്ടില്ല എങ്കിലും കർത്താവിന്റെ സ്നേഹത്തെയാണ് ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ ആ സ്നേഹം
അത് ലക്ഷ്യം വെച്ച് അവനെ അനുകരിച്ച് മുന്നോട്ട് പോവുക എന്ന് പറയുമ്പോൾ നമ്മൾ സ്നേഹത്തിൽ എത്ര മുന്നോട്ട് പോയാലും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ ഇപ്പൊ എനിക്ക് കുറെ പ്രോഗ്രസ് ഉണ്ട് എന്ന് നമ്മൾ കണ്ടാലും നമുക്ക് തൃപ്തിയില്ല. കാര്യം നമ്മൾ നോക്കുമ്പോൾ ലക്ഷ്യം പിന്നെ മുമ്പിലാ. കർത്താവ് ആണ് ലക്ഷ്യമെങ്കിൽ നമുക്കെപ്പോഴും ഒരു ആയല് ഓട്ടക്കളത്തിലെ ആ ഒരു മുന്നോട്ടുള്ള ഒരു കുതിപ്പ്, വന്നെത്തിയതിൽ ഒരു തൃപ്തിയില്ലാതെ പിന്നെയും മുന്നോട്ട് പോകാൻ ഒരു ആവേശം, ഇതെല്ലാം ഇതില് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കണം. നമ്മളിത് പറയുമ്പോൾ നമ്മൾ ഇന്ന് ഈ ക്രിസ്തീയ ലോകത്ത് പലരും നമ്മളെക്കുറിച്ച് നമ്മളൊരു ഒരു ദുരുപദേശം പറയുന്നു. നമ്മൾ കുഴപ്പം പിടിച്ച ആളുകളാണ്. ദുരുപദേശമൊന്നും അവര് പറയാറില്ല, ചിലർ പറയുന്നുണ്ടാവും. എങ്കിലും ഒരു കുഴപ്പം പിടിച്ച ആളുകളാണ് എന്ന് നമ്മളെക്കുറിച്ച് പൊതുവേ ഒരു ധാരണയുണ്ട്. എന്താ അതിന്റെ ആത്യന്തികമായ കാര്യം? ആത്യന്തികമായ കാര്യം ഞാൻ ചിലപ്പോൾ ഈ കാര്യം ചിന്തിച്ചിട്ടുണ്ട്. സത്യത്തില് നമ്മള് ഏറ്റവും കൂടുതൽ പറയുന്നത് എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കിയാൽ നമുക്ക് അതിനെക്കുറിച്ചൊരു ക്ലൂ കിട്ടും. നമ്മുടെ മീറ്റിങ്ങുകളിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് എന്താ? ഏതെങ്കിലും ഒരു വാക്യം പറയാമോ എന്ന് ചോദിച്ചാൽ റോമർ 8:28-29 നമ്മുടെ പ്രിയപ്പെട്ട വാക്യം. നമ്മുടെ ഒരു CFCയുടെ ഒരു സ്ലോഗൻ എന്ന് പറഞ്ഞ പോലെ ആരെങ്കിലും ഏതെങ്കിലും ഒരു വാക്യം നിങ്ങളുടെ സ്ഥലത്തെ പ്രാദേശിക സഭയുടെ ബോർഡിൽ എഴുതി വെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഉടനെ റോമർ 8:28-29 നമ്മുടെ പ്രിയപ്പെട്ട വാക്യം. എന്താ അവിടെ പറയുന്നത്? അവിടെ പറയുന്നത് കർത്താവിൻ്റെ ആ നിലവാരത്തിനൊപ്പം അവനൊപ്പം നമ്മളായിത്തീരണം. ഈ ഓട്ടക്കളത്തിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ കാര്യം അതിനൊരു എംബസിസ് കൊടുത്താണ് നമ്മളൊരു സഭയെന്നുള്ള നിലയിൽ മുന്നോട്ട് വന്നത്. അപ്പൊ അത് വരുന്ന ഉടനെ ചുറ്റുപാടുമുള്ള പലരും പറയുന്നത് എന്തൊരു ദുരുപദേശം, അങ്ങനെ വല്ലതും ജീവിക്കാൻ ഒക്കുമോ? ഇവരാണ്ട് പറയുന്നു യേശു ജീവിച്ചതുപോലെ ജീവിക്കുക, യേശു ജീവിച്ചതുപോലെ ജീവിക്കുക, അവന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുക. ഇത് വല്ലതും പറ്റുന്ന കാര്യമാണോ? അങ്ങനെ ഒക്കുമെന്ന് ഇവർ പറയുന്നു. ഒക്കുമെന്ന് പറയുമ്പോൾ അത് എന്തൊരു ദുരുപദേശം എന്നാണ് പലരും പറയുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മളത് ഇപ്പോ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങി എന്നല്ല നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നത് എന്താണെന്ന് വേണ്ടതുപോലെ മനസ്സിലാക്കാതെയാണ് നമ്മൾ യേശുവിനെ പോലെ നമ്മൾ എത്തിച്ചേർന്നു, ആ ഒരു പൂർണ്ണതയിൽ എത്തിച്ചേർന്നു എന്ന ദുരുപദേശം ഇവർ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആകാം എന്ന് ഇവർ പഠിപ്പിക്കുന്നു എന്ന് ചുറ്റുപാടുമുള്ള ക്രിസ്തീയ സഭകള് നമ്മളെ കുറ്റപ്പെടുത്തുന്നത് നമ്മൾ എന്താ പറയുന്നതെന്ന് വേണ്ടതുപോലെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. നമ്മൾ എന്താ പറയുന്നത്? ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുക, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹം അതിനെ അനുകരിക്കുക എന്ന് പറയുമ്പോ നമ്മൾ അവിടെ എത്തിയെന്നോ ഈ ലോകത്തിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നോ അല്ല നമ്മൾ പറയുന്നത്. മറിച്ച് എന്താ? അതെപ്പോഴും നമ്മുടെ മുമ്പില് ലക്ഷ്യമായിരിക്കണം. ആ ലക്ഷ്യത്തിൽ വെച്ച് നമ്മൾ ഓടുമ്പം നമുക്ക് സ്നേഹത്തിൽ തന്നെയാണെങ്കിൽ ഇന്നലെ ഉണ്ടായ സ്നേഹത്തെക്കാൾ കൂടുതൽ സ്നേഹം ഇന്ന് കൈവരിക്കാൻ കഴിയും. അങ്ങനെ നമ്മുടെ ജീവിതകാലത്ത് സ്നേഹത്തിൽ കൂടുതൽ കൂടുതൽ വർദ്ധിച്ച് നമ്മുടെ ബെസ്റ്റ് ലവില് നമുക്ക് എത്താനായിട്ട് കഴിയും. എല്ലാ കാര്യവും അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ നമ്മളൊരു തെറ്റായ ഒരു ഉപദേശം പറയുന്നില്ല, പഠിപ്പിക്കുന്നില്ല. ഇന്ന് പലരും നിങ്ങള് പുതിയ ഈ യൂട്യൂബിലൊക്കെ പുതിയ ആളുകളൊക്കെ അവരുടെയൊക്കെ പഴയ പ്രസംഗങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ പലരും നമ്മുടെ പുസ്തകങ്ങളും ഒക്കെ കണ്ടിട്ട് ഇപ്പൊ അവര് തന്നെ ചിലർ പറയുന്നുണ്ട് എന്താ, നമ്മള് യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുക. ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ഈ ക്രിസ്തീയ ലോകത്തിന് കൊടുത്ത ഒരു സംഭാവന എന്നുള്ള നിലയിൽ CFCയുടെ സംഭാവന എന്താണെന്ന് ചരിത്രം പിന്നീട് രേഖപ്പെടുത്തിയാൽ ഈ ഒരു കാര്യമായിരിക്കും നമ്മുടേതായിട്ട് അവര് രേഖപ്പെടുത്താൻ പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഒരു ലക്ഷ്യമില്ലാതെ നിന്നാൽ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പിന്നെ അത്രയും ഒക്കെ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തും ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അതും ഓക്കെ. എന്നാലും അത്രയും കഴിഞ്ഞാൽ പിന്നെയും ഒരു ലക്ഷ്യമില്ലാത്തതുപോലെയാണ് ചുറ്റുപാടുമുള്ള ക്രിസ്തീയ സഭകളിൽ. അവർക്കൊരു ലക്ഷ്യമില്ല. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ശരി. അതേസമയം സഹോദര, നീ യേശുവിന്റെ സ്വഭാവത്തോടെ അനുരൂപപ്പെട്ടോ എന്നൊരു ലക്ഷ്യം ചോദിക്കുമ്പോ അയ്യോ, ഞാൻ ആയിട്ടില്ല, എനിക്ക് പിന്നെയും
മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. മുന്നോട്ടൊരു ആയലിനുള്ള ഒരു ആഗ്രഹം, അത് ഈ മുരടിച്ചു നിന്ന ഈ ക്രിസ്തീയ ലോകത്തിന് നമ്മൾ കൊടുത്ത ഒരു സംഭാവനയായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലാതെ നമ്മളൊരു ദുരുപദേശം പറഞ്ഞിട്ടില്ല. നമ്മൾ നോക്കുക, ഞാൻ കഴിഞ്ഞൊരു ദിവസം ചിന്തിക്കുകയായിരുന്നു, നമ്മൾ ഈ നിലയിൽ കർത്താവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മളെക്കുറിച്ച് പറയുന്നു, നമുക്ക് ഏതാ റോമർ 8:28-29 ഇവരുടെ വാക്യം. ആകെപ്പാടെ 1-2 വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ അത് ഒറ്റപ്പെട്ട വാക്യങ്ങൾ എടുത്ത് ഒരു ഉപദേശം സ്ഥാപിക്കുകയാണ് എന്നൊക്കെ ചിലർ പറയാറുണ്ട്. എന്നാൽ ഒറ്റപ്പെട്ട ഒരു വാക്യമാണോ? ബൈബിൾ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ എത്രയോ ഇടത്ത് ഈ ക്രിസ്തീയ ജീവിതത്തിലെ നമ്മുടെ സ്വഭാവപരമായ നിലപാടുകളെ പലപ്പോഴും യേശുവിനെ ആണ് നിലവാരമായിട്ട് വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോ പല വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. എഫേസ്യർ 5:2 നമ്മളിവിടെ വായിച്ചത് എന്താ? വായിച്ചത് സ്നേഹത്തിൽ നമ്മുടെ നിലവാരം എന്തായിരിക്കണം? സ്നേഹത്തിൽ നിലവാരം കർത്താവായിരിക്കണം. കഴിഞ്ഞൊരു ദിവസം ഞങ്ങൾ ചെറുപ്പക്കാരുടെ ഒരു മീറ്റിങ്ങിൽ ഇവിടെ പറയുകയുണ്ടായി, നമുക്ക് എത്ര കൽപ്പനയുണ്ട് എന്ന് ചോദിച്ചു. കുഞ്ഞുങ്ങളൊക്കെ സാധാരണ എത്ര കൽപ്പനയുണ്ടെന്ന് പറയും? 10 കൽപ്പനയുണ്ടെന്ന് പറയും. 10 കൽപ്പനയെന്ന് പറയുമ്പോൾ തെറ്റി നമുക്ക് 11 കൽപ്പനയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാര്യം, ഞാൻ ഈ കഥ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 11 കൽപ്പനയുണ്ട്. 11ാമത്തെ കൽപ്പന എവിടെ കിടക്കുന്നു? അതാ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യത്തിൽ കർത്താവ് തന്നെ പറയുന്നുണ്ട്. 10 കൽപ്പനകൾ പഴയ നിയമത്തിൽ കൊടുത്തു. 11ാമത്തെ കൽപ്പന 13 യോഹന്നാൻ 13:34, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. അപ്പോ നേരത്തെ നിങ്ങൾക്ക് 10 കൽപ്പന ഉണ്ടായിരുന്നു, പുതിയ ഒരു കൽപ്പനയൂടെ ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കൽപ്പനയായി? 11 കൽപ്പനയായി. ഇതാണ് നമ്മൾ കുഞ്ഞുങ്ങളോട് പറയാറുള്ളത്. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നമ്മളൊരു ഉദാഹരണം ഒരിക്കലാണ് പറഞ്ഞത്. നിങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു സഭ, നമ്മുടെ കഥകളെല്ലാം, ക്രിസ്തീയ ലോകത്തെ കഥകളെല്ലാം ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഒക്കെ നടക്കുന്ന കഥകളാണ്. ഇംഗ്ലണ്ടിലെ ഏതോ ഒരു സഭയിലെ അവിടെ ഉണ്ടായിരുന്ന ആ ചെറിയ പ്രാദേശിക കൂടിവരവില് നല്ല സഭയാണ്, അവിടുത്തെ മൂപ്പനും നല്ല ആളാണ്. പക്ഷെ പുള്ളിക്ക് ആകെപ്പാടെ ഒരു പ്രശ്നമുണ്ട്. പുള്ളിയെ വിശ്വസിക്കുന്നതിനപ്പുറത്ത് വ്യത്യസ്തമായി വിശ്വസിക്കുന്ന ആളുകളെ ഒന്നും പുള്ളിക്ക് സഹിക്കാൻ പറ്റുകയില്ല. അവരൊക്കെ എന്തോ കുഴപ്പം പിടിച്ച ആളുകളാണ്, അവരോടൊക്കെ എതിർക്കണം, അതവരെ ഒന്നും വിട്ടുകൊടുക്കരുത് എന്നൊരു വൈരാഗ്യമുള്ള ഒരു മനുഷ്യനാണ് ഈ മൂപ്പൻ. അപ്പൊ ഈ മൂപ്പനെ മറ്റൊരു ക്രിസ്തീയ നേതാവ് പഠിച്ചപ്പോ ഇദ്ദേഹം കൊള്ളാം, നല്ല ആളാണ്, ഒരു കുഴപ്പമില്ല, ആകെപ്പാടെ ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ. എന്താ കുഴപ്പം? ക്രിസ്തീയ ലോകത്ത് തന്നിൽ നിന്ന് വ്യത്യസ്തമായ ആശയങ്ങൾ വിശ്വസിക്കുന്ന ആളുകളെ വേണ്ടതുപോലെ സ്നേഹിക്കുന്നില്ല എന്നൊരു കുഴപ്പമാണ് ഇദ്ദേഹത്തിനുള്ളത്. ഈ കുഴപ്പം കൂടെ അദ്ദേഹം ഒന്ന് പരിഹരിച്ചാൽ ഇദ്ദേഹം ഇംഗ്ലണ്ടിലെ ഒരു ബെസ്റ്റ് ഒരു ക്രിസ്തീയ നേതാവായി തീരും എന്നും അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഒരു ഞായറാഴ്ച ഇദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് വേഷം മാറിയോ എന്ന് ചോദിക്കരുത്. പക്ഷെ വേഷം മാറിയാണേലും ഇല്ലാതാണേലും അദ്ദേഹം ആ സഭയിലെത്തിയപ്പോൾ പുതിയ ഒരാള് ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ഞായറാഴ്ച വന്നിട്ടുണ്ട്. പ്രധാന മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ചെറുപ്പക്കാരുടെ മീറ്റിംഗ് തുടങ്ങാറായപ്പോ ആ സഭയുടെ മൂപ്പനായ ആള് പറഞ്ഞു, ഇനി ചെറുപ്പക്കാരുടെ മീറ്റിംഗ്, ചെറുപ്പക്കാരോട് ഞാൻ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങുക എന്ന് പറഞ്ഞ് അവരെ ഈ ക്രിസ്തീയമായ കൽപ്പനകളും ഒക്കെ പഠിപ്പിക്കുന്നതിന്റെ തുടക്കമെന്നുള്ള നിലയിൽ ഈ സഭാമൂപ്പൻ എന്ത് ചോദിച്ചു? കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്, നമുക്ക് എത്ര കൽപ്പനയുണ്ട്? ഉടനെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞു 5 കൽപ്പന. ഇച്ചിരൂടെ മുതിർന്ന കുഞ്ഞുങ്ങൾ പറഞ്ഞു 7 കൽപ്പന. കുറച്ചുകൂടെ മിടുക്കരായ സൺഡേ സ്കൂളിൽ കുറച്ചുകൂടെ പഠിച്ചിട്ടുള്ള കുഞ്ഞുങ്ങൾ പറഞ്ഞു 10 കൽപ്പന എന്ന് പറഞ്ഞു. 10 കൽപ്പന. അപ്പൊ 10 കൽപ്പനയാണല്ലോ. അത് ആട്ടെ, 10 കൽപ്പന എന്ന് അങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ്
മൂപ്പൻ വിചാരിച്ചു, ഇന്നൊരു അതിഥി വന്നിട്ടുണ്ടല്ലോ, അദ്ദേഹത്തോടുകൂടെ ചോദിക്കാം എന്ന് ചോദിച്ച്, ഇന്നൊരു പുതിയ ആൾ വന്നിട്ടുണ്ടല്ലോ, ആ അങ്കിളിനോടുകൂടെ ചോദിക്കുക, എത്ര കൽപ്പനയുണ്ട്? ആ അങ്കിൾ ഉടനെ വളരെ നിഷ്കളങ്കമായിട്ട് പറഞ്ഞു, 11 കൽപ്പന. അത് കേൾക്കുകയും മൂപ്പന്റെ മോഹഭാവം മാറി. എന്തൊരു മനുഷ്യനാണ് താങ്കൾ! ഇവിടെ കുഞ്ഞുങ്ങൾ വരെ, പ്രായമുള്ള കുഞ്ഞുങ്ങൾ വരെ 10 കൽപ്പനയെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. താങ്കൾ ഒരു മനുഷ്യന് ഇത്രയും പ്രായമായി, കാഴ്ചയെ തന്നെ 40-45 വയസ്സുണ്ടല്ലോ, ഇത്രയും നാള് ക്രിസ്തീയ ലോകത്തൊക്കെ ജീവിച്ചേച്ച് 11 കൽപ്പനയോ? താൻ എന്ത് മനുഷ്യനാ എന്നുള്ള നിലയിൽ ഇദ്ദേഹം പൊട്ടിത്തെറിച്ചപ്പോ മറ്റേ അതിഥിയായിട്ട് വന്നയാള് വളരെ കൂളായിട്ട് തന്റെ ബൈബിൾ എടുത്ത്, ഞാനൊരു വാക്യം വായിക്കട്ടെ, യോഹന്നാൻ 13:34 എന്ന് പറഞ്ഞ് ഈ വാക്യം വായിച്ചു കേൾപ്പിച്ചു. ഇതാണ് കഥ. എന്നിട്ട് അതിനെ തുടർന്ന് അദ്ദേഹം പറഞ്ഞു, ഈ 10 കൽപ്പന, മറ്റന്യ വിഗ്രഹങ്ങൾ ഉണ്ടാകരുത്, അതുപോലെ പല കാര്യങ്ങൾ, കൊല ചെയ്യരുത്, വിചാരം ചെയ്യരുത്, ഇതൊക്കെ പഴയ നിയമ ഇസ്രായേലിന് കൊടുത്തതാണെങ്കിലും കർത്താവ് തന്നെ ഈ ഭൂമിയിൽ വന്ന് തിരുവായി മൊഴിഞ്ഞു പറഞ്ഞു, 10 കൽപ്പനയുണ്ടല്ലോ, ഞാൻ പുതിയ ഒരു കൽപ്പന തരുന്നു, സ്നേഹം, അതാണ് പ്രധാനം എന്ന് പറഞ്ഞപ്പോ ഈ മൂപ്പന് പെട്ടെന്ന് മനസ്സിലായിടാ, ഈ വന്ന ആള് ചില്ലറക്കാരനൊന്നുമല്ല, ഞാൻ വിചാരിച്ച പോലല്ല, അദ്ദേഹം ഒരു മഠയനല്ല. അത് അദ്ദേഹത്തിന്റെ ആ ഈഗോയ്ക്ക് നേരെ ഈ വന്ന ആള് ഈ വാക്യം എടുത്ത് വായിച്ചത് ഒരു വെല്ലുവിളിയായി തീർന്നു. അദ്ദേഹം ഉടനെ തന്നെ മനസ്സിലാക്കി, നിങ്ങൾ വിചാരിച്ച പോലെ അല്ലല്ലോ, നിങ്ങളുടെ പേരെന്താ, നിങ്ങൾ ആരാ, എന്താ നിങ്ങൾക്ക് ഞങ്ങളോട് പറയാനുള്ളത്? ഉടനെ ആ വന്ന അതിഥി ഈ യോഹന്നാൻ 13:34 വെച്ചിട്ട് ഈ മൂപ്പനോടും സഭയോടും സ്നേഹത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് പ്രസംഗിച്ചു. ആ മൂപ്പൻ അന്ന് ആ കാര്യത്തിൽ മാനസാന്തരപ്പെട്ടു എന്നാണ് കഥ. പോട്ടെ, അപ്പോ നമ്മൾ ആ കഥ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ കൽപ്പനകൾ 11. കൽപ്പനയാണ് അന്യോന്യം സ്നേഹിക്കുക എന്നൊരു പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. പക്ഷേ 13:34 അത്രയേ ഉള്ളോ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വായിച്ചേ, അവിടെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. 13:34 നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. അതിന്റെ അടുത്ത ഭാഗം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. അപ്പൊ തമ്മിൽ സ്നേഹിക്കണമെന്ന് പറഞ്ഞ ആ കൽപ്പനയിൽ ഒരു നിലവാരം കൂടെ വെച്ചിട്ടുണ്ട്, ഒരു ലക്ഷ്യം കൂടെ വെച്ചിട്ടുണ്ട്. ആ നിലവാരം, ആ ലക്ഷ്യം എന്താ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ, കർത്താവായ യേശു ക്രിസ്തു നമ്മളെ സ്നേഹിച്ചതുപോലെ നമ്മൾ സ്നേഹിക്കണം. അല്ലാതെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്നതുകൊണ്ട് തൃപ്തിപ്പെട്ടാ പോരാ. നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിലും, അയ്യോ കർത്താവ് സ്നേഹിച്ചത്രയും ഞാൻ സ്നേഹിക്കുന്നുണ്ടോ എന്ന നിലവാരം നമ്മുടെ മുമ്പിൽ വെക്കുമ്പോൾ, ഇത് വെറുതെ പൗലോസോ വല്ലതും പറഞ്ഞായിരുന്നെങ്കിൽ, പൗലോസ് അങ്ങനെയൊക്കെ പറഞ്ഞ് പലതും പറയും, അത് വല്ലതും നടപ്പാകുന്ന കാര്യമാണോ എന്ന് നമുക്ക് പറഞ്ഞെന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് എടുക്കാം. പക്ഷെ ഇത് ആര് പറഞ്ഞതാ? കർത്താവ് തന്നെ തിരുവായി മൊഴിഞ്ഞു പറഞ്ഞതാ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. മൂലഭാഷ വല്ലതും അറിയാമായിരുന്നു നമുക്ക് നോക്കായിരുന്നു, ഇവിടെ വല്ല രക്ഷപ്പെടാൻ വല്ല മാർഗം ഉണ്ടായിരുന്നു എന്ന്. പക്ഷെ ഇവിടെ മലയാളത്തിലോ ഇംഗ്ലീഷിലോ നോക്കിയാൽ ഒരു രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ല. ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് പോലെ എന്ന് തന്നെ അങ്ങ് തീർത്ത് പറഞ്ഞിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത്രയും സ്നേഹിക്കാൻ ഒക്കുമോ? നമ്മൾ കർത്താവിന്റെ എത്ര നാള് മുന്നോട്ട് പോയാലും സ്നേഹത്തിൽ കർത്താവിന്റെ സ്വഭാവത്തിന് തുല്യമായി എന്ന് നമുക്ക് പറയാൻ ഒക്കുമോ? നമ്മൾ എഫേസ്യർ 5:2 വായിച്ചതുപോലെ ആ സ്നേഹത്തിൽ കർത്താവിനെ അനുകരിപ്പാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? അനുകരിക്കാനേ കഴിയുള്ളൂ. ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ നമുക്ക് കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ലക്ഷ്യം എപ്പോഴും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് കൊണ്ടാണ്. ഫിനിഷിംഗ് ലൈൻ എപ്പോഴും ഓട്ടക്കാരന്റെ മുമ്പിലായിരിക്കണം, എന്നാലേ ഓട്ടക്കാരൻ എന്ത് ചെയ്യാൻ ഒക്കുള്ളൂ? ഓടാനൊക്കുള്ളൂ. അതേസമയം കുറച്ച് കഴിഞ്ഞ് ഓടിക്കഴിഞ്ഞ് നോക്കുമ്പോൾ ഫിനിഷിംഗ് ലൈൻ പുറകിലാണെങ്കിൽ പിന്നെ ഓട്ടക്കാരന് ഓടണ്ട. നമ്മൾ എത്ര ഓടിയാലും ക്രിസ്ത്യ ജീവിതത്തിൽ 15 കൊല്ലം 20 കൊല്ലം 25 കൊല്ലം അത് കഴിഞ്ഞും നമ്മൾ കണ്ണടച്ച് തുറന്ന് നോക്കുമ്പം ഫിനിഷിംഗ് ലൈൻ പിന്നെയും മുമ്പിലാ. കാര്യം ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് എന്ന് പറയുമ്പോൾ അത് മുമ്പിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഇതെന്തോ ഒരു തെറ്റായ കാര്യം പറയുന്നു, ഒറ്റപ്പെട്ട ഒരു വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് എന്ന് ഒരു ആരോപണമുണ്ടല്ലോ. അങ്ങനെയാണോ? നമുക്ക് ചില വാക്യങ്ങൾ നോക്കാം. നമ്മളിപ്പോ പറഞ്ഞത് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 2-ാമത്തെ വാക്യമാണ്. നമ്മള് 1 യോഹന്നാൻ 3:3 നമുക്കറിയാം. എന്താ?
കർത്താവിനെ പോലെ നമ്മൾ എന്ത് വേണം? ആ ഒരു ലക്ഷ്യം വെച്ച് നമ്മൾ തന്നെത്താൻ നിർമ്മലീകരിക്കണം. 3:2 നമ്മള് പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും എന്നറിയുന്നു. അപ്പൊ എപ്പോഴാണ് നമ്മൾ കർത്താവിനെ പോലെ 100% ആകുന്നത്? അവന്റെ രണ്ടാമത്തെ വരവിൽ കർത്താവിനെ കാണുമ്പോൾ, അപ്പോഴാണ് അവനോട് 100% സദൃശ്യന്മാരാകുന്നത് എന്ന് 3:2 ആ കൃത്യം നമുക്കെന്ന് ഇത് കൈപ്പിടിയിൽ ഒതുങ്ങും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിനോട് ചേർത്ത് പറയുന്നു, ഈ ലക്ഷ്യം മുന്നിൽ കാണുമ്പോൾ നമ്മൾ എന്തോ വേണം? നമ്മൾ അയ്യോ, എനിക്കൊരിക്കലും ഈ ജീവിതത്തിൽ അത് എത്തിപ്പിടിക്കാൻ ഒക്കുകയില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് ഓട്ടം നിർത്തി പോകുകയല്ല വേണ്ടത്. മറിച്ച് എന്തോ വേണം? അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ 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 നിർമ്മലീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ലക്ഷ്യം മുമ്പിലാണ്. അത് നമുക്ക് കർത്താവിന്റെ വരവിലെ 100% സാധിക്കുകയുള്ളൂ എന്നത് കാണുമ്പോൾ തന്നെ ഇന്ന് എന്തോ ചെയ്തുകൊണ്ടിരിക്കണം? മുന്നോട്ട് ആഞ്ഞുകൊണ്ടിരിക്കണം. അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ. കണ്ടോ, അവിടെ ഒരു ലക്ഷ്യമാണ്, അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ. നമ്മൾ എത്ര നിർമ്മലീകരിച്ചാലും പിന്നെ നോക്കുമ്പം അവന്റെ നിർമ്മലത ആയിട്ടില്ല. ആ ലക്ഷ്യം മുമ്പില. കണ്ടോ, ആ വാക്യം നമ്മൾ നോക്കുക. 1 യോഹന്നാൻ 2-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം നമുക്ക് പരിചിതമായ വാക്യമാണ്. എന്താ? അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അവിടെയും ഒരു ലക്ഷ്യം വെച്ചേക്ക്, അവൻ നടന്നതുപോലെ. അപ്പൊ സ്നേഹത്തിന്റെ കാര്യത്തിൽ അവനാണ് നമ്മുടെ മാതൃക. മുന്നോട്ടുള്ള പോക്കിൽ, നിർമ്മലതയിൽ, വിശുദ്ധീകരണത്തിൽ അവനാണ് നമ്മുടെ മാതൃക. ഇവിടെ ഇതാ, ഈ ലോകത്തിലെ നടപ്പിൽ അവനാണ് നമ്മുടെ മാതൃക. അല്ലാതെ ഒറ്റപ്പെട്ട റോമർ 8:28-29 ഒരൊറ്റ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ ഇത് പറയുന്നത്. 1 പത്രോസിൽ നോക്കുക. 1 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 15-16 വാക്യങ്ങൾ. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീ. കണ്ടോ, ഞാൻ വിശുദ്ധനായിരിക്കുന്ന ആകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. വിശുദ്ധിയുടെ കാര്യത്തിൽ പിന്നെയും കർത്താവാണ് നമ്മുടെ മാതൃക എന്ന് അവിടെ പറയുന്നു. അതിന്റെ 2-ാം അധ്യായം 1 പത്രോസ് 2-ാം അധ്യായം 21-ാം വാക്യം, നിങ്ങളെ ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. കണ്ടോ, അവിടെയും കർത്താവിനെ നമ്മുടെ മാതൃകയായിട്ട് പറഞ്ഞിരിക്കുക. അല്ലാതെ ഒറ്റപ്പെട്ട ഒരു വാക്യമല്ല. നമ്മളിപ്പോ എത്ര വാക്യങ്ങൾ പറഞ്ഞു? എഫേസ്യർ 5:2 വാക്യം പറഞ്ഞു, 1 യോഹന്നാൻ 3:3 വാക്യം പറഞ്ഞു, 1 യോഹന്നാൻ 2:6 പറഞ്ഞു, 1 പത്രോസ് 1:15 പറഞ്ഞു, 1 പത്രോസ് 2:21 പറഞ്ഞു. സ്നേഹത്തില്, അതുപോലെ വിശുദ്ധിയില്, നിർമ്മലതയില് മാതൃകയായിട്ട് എല്ലാം കർത്താവിനെ കാണണം എന്നാണ് പറഞ്ഞത്. ക്ഷമയെക്കുറിച്ച് പറയുമ്പോഴും കർത്താവിനെ മാതൃകയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം നോക്കുക. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 15-ാമത്തെ 13-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീ. കണ്ടോ, കൊലോസ്യർ 3:13 ക്ഷമിക്കുന്നത് ആരെ പോലെ? കർത്താവിനെ പോലെ. സ്നേഹിക്കുന്നത് കർത്താവിനെ പോലെ വേണം, വിശുദ്ധിയിൽ കർത്താവിനെ പോലെ വേണം, ക്ഷമിക്കുന്നതില് കർത്താവിനെ പോലെ വേണം. കൊലോസ്യർ 3:15 വാക്യം കണ്ടോ, അതിന്റെ താഴെയുള്ള വാക്യം, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. സമാധാനത്തിന്റെ കാര്യത്തിലും ക്രിസ്തുവിന്റെ സമാധാനമാണ് നമ്മുടെ ഹൃദയങ്ങളിൽ വാഴേണ്ടത്. നോക്കുക, അപ്പൊ ക്ഷമയുടെ കാര്യത്തിൽ, സമാധാനത്തിന്റെ കാര്യത്തിൽ, വിശുദ്ധിയുടെ കാര്യത്തിൽ, സ്നേഹത്തിന്റെ കാര്യത്തിൽ, നിർമ്മലതയുടെ കാര്യത്തിൽ, നമുക്ക് സങ്കല്പിക്കാവുന്ന എല്ലാ കാര്യത്തിലും കർത്താവിനെ മാതൃകയാക്കാൻ പല 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 വാക്യങ്ങള് നമ്മളോട് പറയുന്നുണ്ട്. അല്ലാതെ ഒറ്റപ്പെട്ട ഒരു വാക്യമല്ല പറഞ്ഞിരിക്കുന്നത്.
റോമർക്ക് എഴുതിയ ലേഖനം നോക്കുക, അവിടെ അന്യോന്യം കൈക്കൊള്ളുന്നതിൽ, അന്യോന്യം അക്സെപ്റ്റ് ചെയ്യുന്നതിൽ, മറ്റുള്ളവരെ, നമ്മുടെ സഹോദരന്മാരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതിൽ അതിനുള്ള മാതൃക എന്താണ്? നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നോക്കുക. അവിടെ നമ്മൾ വായിക്കുന്നത്, അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിന്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളുവി. നമ്മൾ അന്യോന്യം കൈക്കൊള്ളേണ്ടത്, നമ്മൾ അന്യോന്യം അക്സെപ്റ്റ് ചെയ്യേണ്ടിടത്തും നമ്മുടെ മാതൃക എന്താ? കർത്താവ് നമ്മളെ കൈക്കൊണ്ടു. അപ്പൊ നമ്മൾ അന്യോന്യം എത്ര അക്സെപ്റ്റ് ചെയ്താലും കർത്താവ് കൈക്കൊണ്ടതുപോലെ കൈക്കൊള്ളുവീൻ എന്ന ഈ നിലവാരം കാണുമ്പോൾ പിന്നെയും നമ്മൾ അയ്യോ, ഒരു ആയൽ ഉള്ളിൽ വരിക, ഞാൻ ആയിട്ടില്ലല്ലോ കർത്താവേ, ആയിട്ടില്ലല്ലോ എന്നുള്ള കാര്യം വരിക. നമുക്ക് പരിചിതമായ കർത്താവ് പറഞ്ഞ വാക്യം, മത്തായി എഴുതിയ സുവിശേഷം 11-ന്റെ വാക്യം, വളരെ പരിചിതമായ വാക്യം. അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്ന ഏവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട്, ഞാൻ താഴ്മയും സൗമ്യതയുള്ളവനാകിയാൽ എന്നോട് പഠിപ്പീൻ. അപ്പൊ സൗമ്യതയുടെയും താഴ്മയുടെയും കാര്യത്തില് കർത്താവിനെ മാറ്റി നിർത്താൻ ഒക്കെയല്ല. അതിനും മാതൃക ആരാ? എന്നോട് പഠിപ്പീൻ എന്നാ കർത്താവ് പറഞ്ഞേക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമുക്ക് സങ്കല്പിക്കാവുന്ന ഏത് കാര്യം എടുത്താലും ഇതിനെല്ലാം ഒരു ക്ലൈമാക്സ് പോലെ ഫിലിപ്പിയർ 2:5 നമുക്കറിയാം. എന്താ? ക്രിസ്തുയേശുവിലുള്ള പാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. എല്ലാ കാര്യത്തെ സംബന്ധിച്ചും, ക്ഷമയെ സംബന്ധിച്ച്, സമാധാനത്തെ സംബന്ധിച്ച്, അന്യോന്യം കൈക്കൊള്ളുന്നത് സംബന്ധിച്ച്, വിശുദ്ധീകരണം സംബന്ധിച്ച്, സ്നേഹം സംബന്ധിച്ച്, ഏത് കാര്യത്തിലും എന്താ വേണ്ടത്? ഏത് കാര്യത്തിലും ആ നിലയില് ക്രിസ്തുയേശുവിലുള്ള പാവം തന്നെ, അതേ പാവം തന്നെ നമ്മളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് ഫിലിപ്പിയർ 2:5 ആ നിലയിൽ പറയുന്നു. ക്രിസ്തുയേശുവിലുള്ള പാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. 2 പത്രോസില് നമ്മൾ വായിച്ചു നോക്കിയാല് ഒത്തിരി വാക്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അല്ലാതെ ഒറ്റപ്പെട്ട 1-2 വാക്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ ഈ കാര്യം പറയുന്നത്. 2 പത്രോസിൽ നമുക്ക് പരിചിതമായ വാക്യം 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ എന്താ പറഞ്ഞേക്കുന്നത്? ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുക. ഈ സ്നേഹമായാലും ക്ഷമയായാലും സമാധാനമായാലും കൈക്കൊള്ളുന്നതായാലും എല്ലാം ക്രിസ്തുയേശുവിലുള്ള പാവം, ഇതെല്ലാം എന്താ? സ്വഭാവമാ, ദിവ്യ സ്വഭാവം. നമ്മളോട് പറഞ്ഞേക്കുന്ന ആ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി തീരാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നോക്കുക, 1 കൊരിന്ത്യർ 11-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുവീൻ എന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് കേട്ടിട്ട് നിങ്ങൾ പറയും, പൗലോസ് ഇവിടെ പൗലോസിന്റെ അനുകാരിയാകാനാണല്ലോ പറഞ്ഞേക്കുന്നത്. പക്ഷെ അവിടെ എന്താ? ശ്രദ്ധിച്ച് വായിച്ചാൽ എന്തുകൊണ്ട് പൗലോസിന്റെ അനുകാരിയാകണം? പൗലോസ് ക്രിസ്തുവിന്റെ അനുകാരിയാകണം. അപ്പൊ പൗലോസിനെ നമ്മൾ അനുകരിക്കുമ്പോൾ നമ്മൾ ആത്യന്തികമായിട്ട് ആരെ അനുകരിക്കുന്നത്? ക്രിസ്തുവിനെ തന്നെയാണ്. എത്ര വാക്യങ്ങള് നമുക്ക് ഇതുപോലെ കണ്ടെത്താനായിട്ട് കഴിയും. 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിലെ ഇന്നലെ നമ്മൾ വായിച്ച വാക്യം കൂടെ വായിച്ച് ഞാൻ ഇത് നിർത്താം. 2 കൊരിന്ത്യർ 3:18 വാക്യം, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം, ക്ഷമ, സമാധാനം, അന്യോന്യം കൈക്കൊള്ളുന്നത്, ഭാവം, ദിവ്യ സ്വഭാവം, ഇതെല്ലാം ആത്യന്തികമായിട്ട് ഇവിടെ എന്തായിട്ട് പറയുന്നു? ക്രിസ്തുവിന്റെ തേജസ്സായിട്ട് പറയുന്നു. ആ തേജസ് മേൽ തേജസ് പ്രാപിച്ച് നമ്മളും അതേ പ്രതിമയായി രൂപാന്തരപ്പെടാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്നാണ് ഈ വാക്യങ്ങളൊക്കെ നമ്മളോട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇനിയും വേണമെങ്കിൽ പല വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തില് കർത്താവ് തന്നെ പറഞ്ഞ മറ്റൊരു വാക്യം കൂടെ പറഞ്ഞ് ഞാൻ ഇതങ്ങ് പൂർത്തിയാക്കാം. യോഹന്നാന്റെ സുവിശേഷം 13:34 നമ്മൾ മുമ്പേ പറഞ്ഞത്. 13:15 വാക്യം കണ്ടോ? ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന്.
അപ്പോ നമ്മുടെ ഭാവമോ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവമോ മാത്രമല്ല, ആ സ്വഭാവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രവൃത്തിയും ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യുവീനെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളും ചെയ്യേണ്ടതിന്. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന്, നമ്മുടെ ആക്ടിവിറ്റിയുടെയും ലക്ഷ്യം, ആ നിലവാരം എന്താണ്? കർത്താവ് ചെയ്തത്. ഇത്രയും വാക്യങ്ങളുള്ളപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനൊക്കുമോ? ആർക്കും രക്ഷപ്പെടാനൊക്കെയില്ല. ഈ വാക്യങ്ങളെ എല്ലാം എടുക്കുമ്പോൾ നമുക്ക് മാതൃക ആരാണ്? കർത്താവാണ് നമ്മുടെ മാതൃക. അതുകൊണ്ടാണ് ആ കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടാനാണ് രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവം നമ്മളെ വിളിച്ചത്. ആ വഴിയിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കണം, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഒരിടത്ത് വെച്ച് നമുക്കൊരു തൃപ്തി ഉണ്ടാകരുത്. ഏത് കാര്യത്തിൽ നമുക്ക് തൃപ്തി ഉണ്ടാകാൻ ഒക്കും? സ്നേഹത്തിന്റെ കാര്യം പറയുമ്പോൾ അവിടെ കർത്താവ് ഉത്തരം മുമ്പില്ല. ക്ഷമയുടെ കാര്യം പറയുമ്പോൾ അവിടെ ഒത്തിരി മുമ്പിലാ കർത്താവ്. സമാധാനം, ഹൃദയത്തിലെ സമാധാനം, ആ കാര്യത്തിലോ കർത്താവിനെ ഒറ്റിക്കൊടുക്കുകയും ക്രൂശിക്കാൻ കൊണ്ടില്ലയോ ഒക്കെ ചെല്ലുമ്പോഴും കർത്താവ് ആ സമാധാനത്തിലായിരുന്നു. ആ സമാധാനം നമുക്ക് കൈവരിക്കാൻ ഒത്തിട്ടുണ്ടോ? ഇല്ല. കൊച്ചു കാര്യങ്ങളിൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നു. ഈ സമാധാനം എന്ന് നമുക്ക് കൈവരിക്കാൻ ഒക്കും? അത് വളരെ മുമ്പിലാണ്. ഈ കാര്യമാണ് നമ്മൾ കാണുന്നത്. ക്രിസ്തുയേശുവിലുള്ള പാവം, നിർമ്മലത, ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ ആ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടുക എന്നുള്ളത് ഒരൊറ്റപ്പെട്ട ഒരു കൽപ്പനയല്ല, മറിച്ച് നമ്മുടെ ഇന്നത്തെ ഭൂമിയിലെ ജീവിതത്തിന്റെ നമ്മളെ മുന്നോട്ട് നടത്തുന്ന ആത്യന്തികമായ പ്രചോദനം ഈ കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വാക്യങ്ങളെ മുറുകെ പിടിക്കുന്നതും ഇതിനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഈ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇതൊരു ദുരുപദേശമല്ല. ഈ കാര്യം നമുക്കൊരു വ്യക്തത ഉണ്ടാകണം. നമുക്ക് വ്യക്തത ഉണ്ടായാലേ നമ്മുടെ കൂടുള്ള സഭയിലുള്ളവർക്ക് ഈ കാര്യത്തിൽ നമുക്ക് അവരെ ചലഞ്ച് ചെയ്യാനായിട്ടൊക്കെയുള്ളൂ. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ പല ക്രിസ്തീയ സഭകളും രക്ഷിക്കപ്പെട്ടതാണോ? രക്ഷിക്കപ്പെട്ടു. 1966 നവംബർ 14 ഞാൻ രക്ഷിക്കപ്പെട്ടു. 1972 ഡിസംബർ 13 ഞാൻ സ്നാനപ്പെട്ടു. ഇപ്പൊ എന്തോ ചെയ്യുന്നു? ഇപ്പോ മൂപ്പന്മാര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കം ഉണ്ടാക്കി, ഭാര്യയും തല്ലി ഒക്കെ കർത്തൃമേശ കൃത്യമായിട്ട് എടുത്ത് ഒക്കെ അങ്ങ് ജീവിച്ചു പോവുക. സംതിങ് സംവെയർ റോങ്. എവിടെയോ എന്തോ ഒരു കുഴപ്പമുണ്ട്. ഈ നിലവാരത്തിൽ ചുറ്റുപാടുമുള്ള സഭകൾ എത്തി നിൽക്കുമ്പോൾ, ഞാൻ അവരെ വിധിച്ചു പറയുകയല്ല, നമ്മൾ ഒരു പ്രത്യേക ലക്ഷ്യം വെച്ചാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പോ നമ്മൾ ഈ ഒരു ഉപദേശം കൂടെ കൈവിട്ട് കളഞ്ഞാലോ നമുക്ക് പിന്നെന്താ രക്ഷയുള്ളത്? നമ്മളെ എത്രയെങ്കിലും വെല്ലുവിളിക്കുന്നത് ഈ കാര്യങ്ങളാണ്. ഇത് ഒറ്റപ്പെട്ട കാര്യമല്ല. നമ്മളിപ്പോ എത്ര വാക്യങ്ങൾ വായിച്ചു. അപ്പോൾ ഈ വാക്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, നമ്മളെ വെല്ലുവിളിക്കുമ്പോൾ നമുക്കെപ്പോഴും പിന്നെയും മുന്നോട്ട് ഓടേണ്ടതായിട്ടുണ്ട്. കർത്താവെ, ഞാൻ എങ്ങും എത്തിയിട്ടില്ല എന്നുള്ള നിലയിൽ നമുക്ക് കർത്താവിൽ ആശ്രയിപ്പാൻ കഴിയും. ഈ ഒരു മനോഭാവം, ഞാൻ പറഞ്ഞത്, നമ്മളൊരു പൂർണ്ണതയിൽ എത്തിയിട്ടില്ല അല്ലെങ്കിൽ ഒരു നിലവാരത്തിൽ എത്തിയിട്ടില്ല എന്നുള്ള ആ കണ്ടെത്തല് നമുക്ക് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമ്മളെയും നമ്മുടെ കൂടെ ഉള്ളവരെയും അനുഗ്രഹിക്കത്തക്ക ചില നിലപാടുകളിൽ നമ്മൾ എത്തിച്ചേരാൻ നമ്മളെ സഹായിക്കും. എന്ന് പറഞ്ഞാൽ എന്താ? പ്രിയപ്പെട്ടവരെ, നമ്മള് എപ്പോഴും സ്നേഹത്തിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ, സമാധാനത്തിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ, വിശുദ്ധിയുടെ കാര്യത്തിൽ നോക്കുമ്പോൾ, നിർമ്മലതയുടെ കാര്യത്തിൽ നോക്കുമ്പോൾ എല്ലാം കുറവുള്ളവരായിട്ടാണ് കാണുന്നതെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അഹങ്കാരം കൊണ്ട് കിടക്കാൻ ഒക്കുമോ? ഇല്ല. എപ്പോഴും കുറവുള്ളയാള്. താഴ്മയെന്ന് പറഞ്ഞാൽ എന്താ? താഴ്മയെന്ന് വെച്ചാൽ ഒരു കാര്യത്തിലും നിഗളിക്കാനില്ലാത്തതാണ്. ക്രിസ്തീയ ജീവിതത്തിൽ കുറെ വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പം പണം സമ്പാദിച്ചത് നിഗളിക്കാനില്ല. അല്ലെങ്കിൽ ഓഫീസിൽ മറ്റെല്ലാവരെയും പിന്നിലാക്കി ഞാനായിപ്പോ അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്ന് ആയി തീർന്നു എന്നതിൽ നിഗളിക്കാനില്ല. അങ്ങനെ ഒന്നും നമ്മളായിട്ടില്ല. അവിടെ എങ്ങും നമ്മുടെ ലക്ഷ്യങ്ങളില്ല. ലക്ഷ്യം നമ്മുടെ എന്തിലായിരുന്നു? സഭയിലായിരുന്നു, ക്രിസ്തീയതയിലായിരുന്നു. അവിടെ ചുരുക്കം ചില പ്രോഗ്രസ് ലഭിച്ചെങ്കിൽ ആളുകൾ എന്തായി പോകും?
നിഗളികളായി പോകും. തൃപ്തിയിൽ നിന്നാണ്, ഒരു സ്വയതൃപ്തിയിലാണ്. ഞാൻ എത്തി, ഞാൻ പഴയതുപോലെയല്ല, ഞാൻ സ്നേഹത്തിൽ, ഞാൻ കണ്ടോ അവരൊക്കെ എന്തെല്ലാം പറഞ്ഞിട്ടും ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെയാണ് നിന്നത്, ചിരിച്ചുകൊണ്ട് തന്നെയാണ് നിന്നത്. ചിരിച്ചുകൊണ്ട് നിന്നപ്പോ നിന്റെ ഹൃദയത്തിലൂടെ എന്തൊക്കെയാ പോയെന്നുള്ളത് തമ്പുരാൻ അറിയാം. തമ്പുരാനെ കളിപ്പിക്കാൻ ഒക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ നമ്മൾ എന്താണ് നമ്മുടെ നിലവാരം സ്നേഹത്തിലാകട്ടെ, വിശുദ്ധിയിലാകട്ടെ, ഏത് സമാധാനത്തിലാകട്ടെ, എവിടെ എത്തിയാലും നമ്മൾ പിന്നെയും അയ്യോ ഞാനൊന്നും ആയിട്ടില്ലല്ലോ എന്ന കുറവുള്ളവരായിട്ട് നിൽക്കും. ആ കുറവ് നിഗളത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കും, അത് നമ്മളെ താഴ്മയിൽ സൂക്ഷിക്കും. ഇത് പറയുമ്പോൾ ചിലർ പറയും, നെഗറ്റീവായ ഒരു കാര്യം വെച്ചാണോ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുകൊണ്ട്? പ്രിയപ്പെട്ടവരെ, നെഗറ്റീവായ കാര്യമല്ല. ഇതിനെ ഈ നിലയിൽ നോക്കുമ്പോഴാണ് നമ്മൾ വളരെ പോസിറ്റീവായ ഒരു കാര്യത്തിൽ നിന്നാണ് ഇത് എടുത്തേക്കുന്നത്. ഏറ്റവും പോസിറ്റീവായ കാര്യം എന്താ? കർത്താവാണ്, കർത്താവിന്റെ സ്വഭാവമാണ്. ആ കർത്താവിന്റെ സ്വഭാവത്തോട് താരതമ്യം ചെയ്താണ് നമ്മൾ ഈ നിലപാടിലെത്തിയത്. അതുകൊണ്ട് ഏറ്റവും പോസിറ്റീവായ നിലപാട് തന്നെയാണിത്. ഞാൻ പറഞ്ഞത് വ്യക്തമായോ? നമ്മൾ ആ ഏറ്റവും പോസിറ്റീവായ കാര്യത്തോട് താരതമ്യം ചെയ്താണ് നമ്മൾ താഴ്മയിൽ വന്നത്. അല്ലാതെ നമ്മൾ നമ്മളെ തന്നെ ഇടിച്ചു താഴ്ത്തിയോ കൃത്രിമമായോ ഉണ്ടാക്കുന്ന ഒരു താഴ്മയല്ലിത്. കാരണം കർത്താവാണല്ലോ നമുക്ക് എല്ലാറ്റിനും ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ മാതൃക. അത് നമ്മുടെ ലക്ഷ്യം വെക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൈവരുന്നതാണ് നമുക്ക് ഈ പരിമിതിയെക്കുറിച്ചുള്ള ബോധ്യം. അത് നൽകുന്ന നിഗളമില്ലായ്മ, അത് നൽകുന്ന താഴ്മ. അല്ലാതെ അതൊരു തെറ്റായ നിഷേധാത്മകമായ ഒരു നിലപാടിൽ ഊന്നിയുള്ള ക്രിസ്തീയതയല്ല നമ്മൾ പിടിക്കുന്നത്. ആ കാര്യവും വ്യക്തമായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ കാര്യം പറയുമ്പോൾ ആരെങ്കിലും ഒക്കെ നമ്മളോട് ഇങ്ങനെ ചോദിച്ചെന്നിരിക്കും, അന്നേരം നമ്മൾ സംശയിച്ചു പോകും, ശരിയാണോ? പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല. അപ്പം നമുക്ക് സ്വയപ്രശംസയോ നിഗളമോ ഉണ്ടാവുകയില്ല. നമ്മൾ എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കും. അതായത് നമ്മൾ സ്നേഹത്തിൽ കുറവ് നമ്മൾ കാണുന്നു. നമ്മൾ വീട്ടിൽ ജീവിത പങ്കാളിയോടുള്ള സംസാരത്തിൽ നമ്മുടെ ഒരു വാക്ക്, അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓഫീസിലേക്ക് വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അയ്യോ ഞാനങ്ങനെ പറയരുതായിരുന്നു, ഇത്രയും നാളായിട്ടും ഈ കാര്യത്തിൽ എനിക്ക് അങ്ങനെ പ്രതികരിക്കാൻ പറ്റുള്ളൂ, പെട്ടെന്നൊരു കാര്യം കേൾക്കുമ്പോൾ ഇങ്ങനെ പ്രതികരിക്കാൻ ഒക്കുള്ളൂ. കർത്താവേ എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? കർത്താവെ അടുത്ത സന്ദർഭത്തിൽ കൂടുതൽ അവിടുത്തെ സ്വഭാവത്തോട് ചേർന്ന് പ്രതികരിക്കാൻ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് ദൈവത്തിൽ ആശ്രയിപ്പാൻ അത് നമ്മളെ സഹായിക്കും. കണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ ഒരു കർത്താവിനെ ലക്ഷ്യം വെക്കുന്നത് കൊണ്ട് അത് നമുക്ക് തരുന്ന പോസിറ്റീവായ എനർജികളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയാണ്? നമുക്ക് നമ്മിൽ തന്നെ ഒരു തൃപ്തിയില്ല, നമ്മിൽ തന്നെ നിഗളമില്ല, നമ്മിൽ തന്നെ സ്വയപ്രശംസയില്ല. നമ്മൾ എപ്പോഴും ആ കുറവ് ബോധ്യമുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ടിരിക്കും. സത്യത്തിൽ ക്രിസ്തീയത എന്ന് പറഞ്ഞാൽ, സത്യത്തിൽ ക്രിസ്തീയതയെ ഒരു വാക്കിൽ നമ്മൾ നിർവചിച്ചാൽ എന്താ ക്രിസ്തീയത? അല്ലെ ക്രിസ്തീയ നടപ്പെന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിലുള്ള ആശ്രയമോ? ദൈവത്തിലുള്ള ആശ്രയം പോയാൽ നടപ്പ് തീർന്നു. അപ്പോൾ എപ്പോഴും ദൈവത്തിൽ ആശ്രയിപ്പാൻ ഈ ഒരു ലക്ഷ്യം നമ്മെ സഹായിക്കുന്നെങ്കിൽ ഈ ലക്ഷ്യത്തെ നമ്മൾ നെഞ്ചോട് ചേർത്ത് വെക്കണ്ടേ? ഈ ലക്ഷ്യത്തെ കൈവിട്ടാൽ നമുക്ക് ദൈവാശ്രയം എവിടെ ലഭിക്കും? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു തെറ്റായ കാര്യത്തെ അല്ല നമ്മൾ പിടിച്ചിരിക്കുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ തന്നെയാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത് എന്ന കാര്യം നമുക്കൊരു ഉറപ്പുണ്ടാകാൻ വേണ്ടി, നമുക്കറിയാവുന്ന കാര്യമാണ് എങ്കിലും നമുക്കൊരു ഉറപ്പുണ്ടാകാൻ വേണ്ടി ഞാൻ വീണ്ടും പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, അതായത് നിഗളമില്ലായ്മ, താഴ്മ, ഒരു പരിമിതിയെക്കുറിച്ചുള്ള ബോധ്യം, അത് നൽകുന്ന ദൈവാശ്രയം, ഇതൊക്കെ നമുക്ക് തരുന്ന കാര്യങ്ങൾ. എന്നാൽ മറ്റുള്ളവരോടുള്ള ബന്ധത്തിലും കർത്താവിനെ നമ്മൾ മാതൃകയാക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരോടുള്ള ബന്ധത്തിലും വളരെ നല്ല ചില മനോഭാവങ്ങൾ പുലർത്താൻ കഴിയും. അതെന്തൊക്കെയാ? അതെന്ന് പറയുന്നത് മറ്റുള്ളവരെ വിധിക്കാതിരിക്കാൻ കഴിയും. നമ്മൾ എപ്പോഴാണ് മറ്റുള്ളവരെ വിധിക്കുന്നത്?
മറ്റുള്ളവരെ വിധിക്കുന്നത്. ഓ, ഞാന് അതെല്ലാം ഭംഗിയായിട്ട് ചെയ്തു, മറ്റേ പുള്ളി കണ്ടോ ഒരു കൊച്ചു കാര്യത്തിന് മുമ്പ് ആണ്ട് പിണങ്ങി. അപ്പോ ഇത് ഈ താരതമ്യം വരുമ്പോ എന്താ? താരതമ്യം വരുമ്പോ നമ്മള് വലിയ സ്ഥലത്തും മറ്റേ നമ്മുടെ സഹോദരൻ ചെറിയ സ്ഥാനത്ത് നിൽക്കുന്നതായിട്ട് നമ്മൾ കണ്ടെത്തുന്നു. അവിടെ മാത്രമേ നമ്മൾ കാണുന്നുള്ളെങ്കിൽ നമ്മൾ താരതമ്യം ചെയ്ത് അദ്ദേഹത്തെ വിധിക്കുന്നു. അതേസമയം അങ്ങനെ താരതമ്യം ചെയ്യാൻ പോകുന്ന ഒരാൾ, ഈ നമ്മൾ പറഞ്ഞ റോമർ 8:28-29 അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ വിശദീകരിച്ച ഈ വാക്യങ്ങള് അദ്ദേഹം നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ അദ്ദേഹം എന്തോ കാണും? എനിക്ക് ഇദ്ദേഹത്തെ വിധിക്കാൻ ഒക്കുകയില്ല, കാര്യം എന്റെ കാര്യം തന്നെ പിള്ളേരൊക്കെ പറയുന്ന പോലെ കട്ടപ്പുകയാ. അങ്ങനെ ഒരു പ്രയോഗമില്ലേ പിള്ളേർ പറയാ? നമ്മുടെ കാര്യം തന്നെ എന്താ? കർത്താവിന്റെ സ്വഭാവത്തോട് താരതമ്യം ചെയ്യുമ്പോൾ അയ്യോ, ആ നിലവാരമൊന്നും ആയിട്ടില്ല. ഇപ്പം അവര് കുറ്റപ്പെടുത്തിയപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് ഒന്നും മിണ്ടാതെ നിന്നു എന്നുള്ളത് ശരിയാ. പക്ഷെ എന്റെ ഹൃദയത്തിലൂടെ കടന്നുപോയത് എന്തൊക്കെയാണ്? കർത്താവിന്റെ നിലവാരത്തോടൊപ്പം ഞാൻ ആയിട്ടില്ല. അപ്പൊ പിന്നെ ഞാൻ ഒരു വലിയ പീഠത്തിലെത്തി, മറ്റേ സഹോദരൻ, പൊട്ടിത്തെറിച്ച സഹോദരൻ കുറച്ചുകൂടെ താഴെയാണെന്ന് പറഞ്ഞ് ഞാനും അദ്ദേഹവും കൂടെ താരതമ്യം ചെയ്ത് ഞാൻ കേമനെന്ന് നടിക്കാൻ എനിക്ക് ഒരിക്കലും ഒക്കുകയില്ല. കാര്യം ഞാൻ താരതമ്യം ചെയ്യേണ്ടത് ആരോടാ? കർത്താവിനോടാ. കർത്താവിനോട് താരതമ്യം ചെയ്യുമ്പോ അയ്യോ, ഞാൻ എത്ര കുറവുള്ളവനാ, എത്ര കുറവുള്ളവനാ. അങ്ങനെയുള്ള ഞാൻ എങ്ങനെയാണ് എൻ്റെ സഹോദരനെ വിധിക്കാൻ ഒക്കുന്നത്? ആ പാവം, ആ സഹോദരനും ഈ പ്രോസസ്സിലാണ്, ഈ വഴിയിലാണ്. അദ്ദേഹവും മുന്നോട്ട് പോവുക, ഞാനും മുന്നോട്ട് പോവുക. ഞങ്ങൾ രണ്ടും എങ്ങും എത്തിയിട്ടില്ല. ഞാൻ ആ സഹോദരനെ വിധിക്കാൻ ഞാൻ ആളല്ല. കാരണം ഞാൻ ഒരു നിലവാരത്തിൽ എത്തിയിട്ടില്ല എന്നുള്ള കണ്ടെത്തല് ഈ സത്യങ്ങളാണ് നമുക്ക് തരുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? മറ്റുള്ളവരെ വെറുതെ വിടാൻ നമുക്ക് കഴിയുന്നത് നമ്മുടെ ഈ കുറവ് ബോധ്യമാണ്, പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ മറ്റുള്ളവരെ നമ്മൾ വിധിക്കാതിരിക്കുകയും മറ്റുള്ളവരുടെ പരിധിക്കകത്ത് കയറി ഇടപെടാതിരിക്കുകയും ചെയ്യുക. ഇന്ന് ക്രിസ്തീയ സഭകളിൽ, നമ്മുടെ ഇതുപോലെയൊക്കെയുള്ള സഭകളിൽ എന്താ, നമ്മളെയൊക്കെ പാവപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെ സഭയിലുള്ള സഹോദരങ്ങള് വലിയ ആളുകളായിട്ടാ കാണുന്നത്, ഇല്ലേ? നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ നക്ഷത്രമായിട്ടോ ഏതാണ്ടൊക്കെയാ കാണുന്നത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും കാര്യത്തിൽ കയറി ഇടപെട്ടാൽ സ്വാഭാവികമായിട്ട് അവരൊക്കെ അതിൻ്റെ അകത്തൊന്നും പറയില്ല. അയ്യോ അയ്യോ, ബ്രദർ പറഞ്ഞോ, എന്നാ അതങ്ങനെ തന്നെ എന്ന് നമുക്കൊരു അക്സെപ്റ്റൻസ് ഉള്ളപ്പം നമ്മൾ ഇരട്ടി പേടിക്കണം. നിങ്ങൾ ദയവായിട്ട് ശ്രദ്ധിക്കണേ, ഞാൻ എന്താ പറയുന്നത് എന്ന് ശ്രദ്ധിക്കണേ. നമുക്ക് ഒരു സഭയുടെ ഉത്തരവാദിത്വം തന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ ശരിയാണ്. അങ്ങനെ ആയിരിക്കുമ്പോ തന്നെ നമ്മൾ നമ്മുടെ പരിമിതിക്കകത്തെ നിൽക്കാവും. എന്ന് വെച്ചാൽ എന്താ? നമുക്കെന്താ പരിമിതി? നമ്മളെ ആണല്ലോ എല്ലാവരും പറയുന്നത്, ബ്രദർ പറയുന്ന പോലെ ചെയ്യാം എന്നാണല്ലോ പറയുന്നത്. നമുക്കെന്തോ പരിമിതി? നമ്മളാണല്ലോ ഇവിടുത്തെ ഏറ്റവും സീനിയർ മോസ്റ്റ്. എന്താ നമ്മുടെ പരിമിതി? ഞാൻ ഒരു കൊച്ചു ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണേ, ദയവായിട്ട് പറ്റിയ ഉദാഹരണമാണെന്ന് വിചാരിക്കരുത്. ഇവിടെ എവിടെയെങ്കിലും നമ്മുടെ സഭയിലെ കണക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സഹോദരങ്ങൾ ആരെങ്കിലും, ബ്രദറെ നമുക്ക് മറ്റേ പൈസ എന്തുവാ ചെയ്യേണ്ടത്, ആ പൈസ നമുക്ക് മറ്റേ ആൾക്ക് കൊടുത്താലോ എന്ന് എന്നോട് ചോദിക്കുന്നു എന്നിരിക്കട്ടെ. ഞാനൊരു ഉദാഹരണം പറയാം, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണം പറയുക എന്ന് ചോദിച്ചാൽ, ഞാന് എത്ര രൂപയുണ്ട്? അത് 2314 രൂപ. ആ 2313 രൂപ അദ്ദേഹത്തിന്, 1 രൂപ ഇദ്ദേഹത്തിനും കൊടുക്ക് എന്ന് പറഞ്ഞേച്ചൊക്കെ പോകുമ്പം നമ്മൾ ഒരു വലിയ ആളാണെന്ന് നമുക്കും തോന്നും. പക്ഷെ എന്റെ കാര്യം എന്താ? ഞാൻ 10 രൂപയും കൊണ്ട് കടയിൽ ചെല്ലുമ്പോൾ കടക്കാരന്റെ അടുത്തു നിന്ന് ഒരു സാധനം വാങ്ങിച്ച് 8.5 രൂപയായി എന്ന് പറയുമ്പോൾ ഞാൻ 10 രൂപ കൊടുത്തു. അയാൾ 1.5 രൂപയാണോ 2.5 രൂപയാണോ എൻ്റെ കയ്യിൽ ശരിക്കും തരേണ്ടതെന്ന് കട മുതൽ വീട് വരെ ആലോചിച്ചാൽ എനിക്ക് പിടികിട്ടാത്ത കണക്കിലെ ഒരു മണ്ടനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ എന്തോ ചെയ്തിട്ടുണ്ട്? സഭയിലെ കണക്കിന്റെ ഉത്തരവാദിത്വം കണക്ക് അറിയാവുന്ന ഒരു സഹോദരനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മൂന്നാമതൊരു സഹോദരൻ വന്ന് ബ്രദറെ ഇത്ര രൂപ ഇന്നവർക്ക് കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ വേണം? ഞാൻ പറയണം, ബ്രദറെ നമ്മൾ കണക്കിന്റെ കാര്യമൊക്കെ നമ്മുടെ ഇന്ന സഹോദരനെയാണല്ലോ വെച്ചേക്കുന്നത്, അദ്ദേഹത്തോടൊന്ന് ചോദിച്ചാട്ടെ, അദ്ദേഹം പറയുന്ന പോലെ ചെയ്താട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിഞ്ഞു മാറണം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ?
ഒരു വീട് നമ്മുടെ ഒരു 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 നമ്മുടെ കൂടെ വരുന്ന ഒരു വീട്, ആ വീട്ടിലെ ഒരു സഹോദരി നമ്മൾ നോക്കുമ്പോൾ ഒരു ഒരു ഇന്ന് ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സ് വേറൊരു തരത്തിൽ അത്ര ഭംഗിയല്ല എന്ന് നമുക്ക് തോന്നിയെന്നിരിക്കട്ടെ. നമ്മൾ ഉടനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ സൗകര്യം എണ്ണീറ്റ് നിന്ന് ഇതെന്തോ ഇട്ടോണ്ടായി വന്നേക്കുന്നത്, നമ്മൾ നമ്മുടെ പരിധി ലംഘിച്ചു. ആ സഹോദരിയുടെ ഉത്തരവാദിത്വം ആർക്കാ? ആ വീട്ടിലെ സഹോദരന്. നമുക്കിതിനെക്കുറിച്ച് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ ആരോട് പറയണം? ആ സഹോദരനോട് പറയണം. ആ സഹോദരനാണ് ആ സഹോദരിയെ കറക്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ നേരിട്ട് ഈ ജനത്തിന്റെ മുമ്പിൽ വെച്ച് ആ കാര്യം കറക്റ്റ് ചെയ്താൽ ആരും നമ്മളെ ഒന്നും പറയുകയില്ല. അയ്യോ ബ്രദർ വളരെ വളരെ തീക്ഷ്ണതയുള്ള ആളാണെന്നൊക്കെ വേണേൽ നമ്മളെ പ്രശംസിക്കുകയും ചെയ്യും. പക്ഷേ നമ്മൾ നമ്മുടെ പരിധി വിട്ടുപോയി. നമുക്ക് ഒരു ലോക്കൽ അതോറിറ്റി എന്ന് പറഞ്ഞൊരു ആത്മീയ സത്യമുണ്ട്. നമുക്ക് എല്ലാത്തിലും അതോറിറ്റി ഇല്ല. നമുക്ക് ചില കാര്യങ്ങളിൽ അതോറിറ്റി ഉണ്ട്. ആ അതോറിറ്റിക്കകത്തേ നമ്മൾ നിൽക്കാവൂ. മറ്റൊരാളുടെ അധികാര പരിധിക്കകത്ത് കയറിയാൽ നമ്മുടേതല്ലാത്ത ഒരു കാര്യത്തിൽ ഇടപെടും. ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ നമുക്കുണ്ടാവുകയില്ല, ദൈവത്തിന്റെ സപ്പോർട്ട് നമുക്കുണ്ടാവുകയില്ല. വളരെ വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ്, പക്ഷേ ഇത് പ്രായോഗികമായ തലവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ പ്രിയപ്പെട്ടവരെ? നമ്മള് കർത്താവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുമ്പോൾ, നമ്മൾ ആ കാര്യം ലക്ഷ്യം വെക്കുമ്പോൾ നമുക്ക് ഈ നമ്മുടെ പരിമിതിയെക്കുറിച്ച് ഞാൻ എന്ത് പറയണം, ഈ കാര്യത്തിൽ എവിടെ വരെ പോകണം, ഈ കാര്യത്തിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്, അതിൻ്റെ അകത്ത് ഞാൻ കയറി ആവശ്യമില്ലാതെ ഇടപെട്ട് എൻ്റെ പരിധിക്ക് പുറത്ത്, എൻ്റെ പ്രായോഗികമായ അധികാരത്തിന് പുറത്തു പോയി ദൈവത്താൽ കൈവിടപ്പെട്ടവനായി പോകാൻ ഇടയാകരുത് എന്ന ഒരു ആരോഗ്യകരമായ ഭയം നമ്മളെ ഭരിക്കണം. ഞാൻ ഇന്ന് പല സഹോദരന്മാരെ നോക്കുമ്പോൾ ആ സഹോദരന്മാരൊക്കെയും ദൈവം സഹായിച്ച് പല രംഗങ്ങളിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തെക്കുറിച്ച്, ഈ ലോക്കൽ അതോറിറ്റി എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് വേണ്ട ഒരു ബോധ്യം അവർക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും സംശയിക്കാറുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരോട് എന്ത് പറയും, മറ്റുള്ളവരെന്തോ പറയും. പലപ്പോഴും ഒരിടത്തെ നേതാവ് എങ്ങനെ ആയിരിക്കണം? നേതാവിനോടൊരു കാര്യം പറഞ്ഞാൽ വെട്ടൊന്ന് തുണ്ടൻ രണ്ടെന്ന് മറുപടി പറയണം, അല്ലേ? ഇന്ന് വേണ്ട, അത് അടച്ചിട്ടേരെ എന്ന് പറഞ്ഞു പുള്ളി കണ്ടോ, എല്ലാവരും പ്രശംസിക്കും അദ്ദേഹം. അതേസമയം ബ്രദറെ എന്നോട് ചോദിക്കണ്ട, അത് മറ്റേ സഹോദരനാണല്ലോ ആ ഓഡിറ്റോറിയം വാടകയ്ക്ക് എടുത്തത്, അതുകൊണ്ട് അദ്ദേഹമാണല്ലോ അതിൻ്റെ ലോക്കൽ അതോറിറ്റി ആ ഓഡിറ്റോറിയം വാടകയ്ക്ക് എടുത്തത്, അതുകൊണ്ട് അദ്ദേഹത്തോടൊന്ന് ചോദിച്ചാട്ടെ, എന്നോട് ദയവ് ചെയ്ത് ചോദിക്കല്ലേ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുമ്പോൾ ഈ ചോദിക്കാൻ വന്ന സഹോദരൻ എന്തോ പറയും, ഈ പുള്ളിയോട് എന്തോ ചോദിച്ചാലും ഒരു മറുപടിയില്ല, ഒരു വ്യക്തതയില്ല, ഏതാണ്ടെല്ലാം പറഞ്ഞ് ഇല്ലേ, നമ്മളൊരു നേതാവല്ലെന്ന് അവർ പറയും. പ്രിയപ്പെട്ടവരെ, നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് ഒരു നേതാവ് എന്നൊരു പ്രശംസയാണോ വേണ്ടത്? ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന വഴിയിലൂടെ നടക്കുകയാണോ നമ്മുടെ ലക്ഷ്യം? ദൈവം വെച്ചിരിക്കുന്ന വഴിയിലൂടെ നടക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ലോക്കൽ അതോറിറ്റികളെ വിലമതിക്കും. ഞാൻ ഒരു കാര്യം കൂടെ ഇതിനോട് ചേർത്ത് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ഈ ഈ ഈ നിലയിലുള്ള മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ നമ്മൾ ചില നിലപാടുകൾ, ചില പരിമിതികൾ സ്വയം സ്വീകരിക്കാൻ ഇടയാകും. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? കർത്താവിനെ നമ്മുടെ ലക്ഷ്യമായിട്ട് വെക്കുമ്പോൾ. അപ്പൊ നിങ്ങൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് ചെയ്യാൻ ഒക്കും, എങ്ങനെ മുന്നോട്ട് പോകാൻ ഒക്കും? ഇതിനെന്തെങ്കിലും ഒരു നമ്മൾ ഏതിൻ്റെ അടിസ്ഥാനമായിട്ട് നമ്മൾ എന്താ എടുക്കേണ്ടത്? പ്രിയപ്പെട്ടവരെ, അതിന് നമ്മൾ മുമ്പേ ഒരു വാക്യം വായിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. എന്താ അത്? ദൈവത്തിന്റെ സമാധാനത്തെക്കുറിച്ച് പറഞ്ഞ ഒരു വാക്യം. അതായത് ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൽ നിന്നാണെന്ന് തോന്നുന്നു നമ്മൾ വായിക്കുകയുണ്ടായി. അപ്പോ നമ്മൾ ചില കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അവിടെ നമുക്കൊരു പീസ് ഉണ്ടെങ്കിൽ അതെന്താ? അതൊരു പച്ചക്കൊടിയാണ്. അതേസമയം പെട്ടെന്ന് നമ്മുടെ ആ കാര്യത്തിലുള്ള പീസ്, ആ സമാധാനം പോയിട്ടുണ്ടെങ്കിൽ എവിടെയോ ഒരു റെഡ് ലൈറ്റ് കത്തി. നമ്മൾ എന്താ വേണം? റെഡ് ലൈറ്റ് കത്തിയാൽ വണ്ടി ഓടിക്കരുത്, നിർത്തണം. സമാധാനം പോയാൽ നമ്മൾ ആ വഴിയിൽ അതിനെ ലംഘിച്ച് മുന്നോട്ട് പോകരുത്. ഇത്
നമ്മളെ നയിക്കാൻ ഉള്ള ഒരു പ്രമാണമായിട്ട് നമുക്ക് എടുക്കാൻ ഒക്കും. നമ്മളുടെ ആത്മാവ് ആ നിലയിൽ സുതാര്യമായിരുന്നാലേ ഇതൊക്കെ വർക്ക് ചെയ്യുള്ളൂ. അത് വേറൊരു കാര്യം. പ്രിയപ്പെട്ടവരെ, ഞാനപ്പോൾ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ കർത്താവിനെ ഈ നിലയിൽ ലക്ഷ്യമായിട്ട് വെക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു സ്വയപ്രശംസയില്ല. എപ്പോഴും നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് കഴിയും. നമുക്കൊരു നിഗളമില്ല. ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിട്ടുള്ള പോസിറ്റീവായ കാര്യം. മറ്റുള്ളവരെ സംബന്ധിച്ച് നമ്മൾ അവരെ ഒരിക്കലും വിധിക്കുകയില്ല. നമ്മൾ എന്ത് ചെയ്യും? മറ്റൊരാടെ അധികാര പരിധിക്കകത്ത് കയറി കൈ കടത്തുകയില്ല. നമ്മൾ നമ്മുടെ പരിമിതിക്കകത്ത് നിൽക്കും. നമ്മൾ സഭയിലുള്ള മറ്റ് ലോക്കൽ അതോറിറ്റികളെ വിലമതിക്കും. നമ്മുടെ ഹൃദയത്തിൽ ദൈവം തരുന്ന സമാധാനത്തെ അതിനെ കണ്ട് നമ്മൾ പതുക്കെ ചുവട് വയ്ക്കും. നമുക്ക് ആളുകളുടെ മുമ്പിൽ നിന്ന് ഒരു നേതാവ് എന്നുള്ള പ്രശംസ വേണ്ട. എന്തോ കാര്യം ചോദിച്ചാലും കൃത്യം മറുപടി നൽകുന്ന ആള് എന്ന പ്രശംസയൊന്നും നമുക്ക് വേണ്ട. അതൊക്കെ ലോകത്തിൻ്റെതായ നേതൃത്വത്തെക്കുറിച്ചുള്ള ചിന്തകളാണ്. ക്രിസ്തീയ നേതൃത്വം വ്യത്യസ്തമായ ഒരു കാര്യം. പ്രിയപ്പെട്ട, ശരിക്കും ക്രിസ്തീയ ലോകത്ത് മാതൃകയായി തലമുറകളെ സ്വാധീനിച്ചിട്ടുള്ള പല ദൈവഭൃത്യന്മാരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പലരും അവരോട് പലപ്പോഴും പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ അവരെ എന്ത് ചെയ്യും? അവർ പറയും, ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ, ഞാൻ ആ കാര്യം ഒന്ന് ചിന്തിക്കട്ടെ, ദൈവം വായി ഒന്ന് വെക്കട്ടെ, അല്ലാതെ വെട്ടൊന്ന് തുണ്ടൻ രണ്ട് എന്നൊരു മറുപടിയില്ല. ലോകത്തിലെ നേതൃത്വം അങ്ങനെയായിരിക്കാം, പക്ഷെ നമ്മൾ ലോക നേതൃത്വമല്ല. ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തത ഉണ്ടാവണം. സമാധാനത്തിന്റെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ തരുന്ന സമാധാനമായിരിക്കട്ടെ ആ റെഫറി. ഒരു ഇംഗ്ലീഷിലെ ഒരു ട്രാൻസ്ലേഷനിൽ അങ്ങനെയാണ്, ലെറ്റ് ദ പീസ് ബി യുവർ റെഫറി വിസിൽ ഊതിയാൽ എന്താ? കളി നിർത്തണം. അല്ലാതെ റെഫറി വിസിൽ ഊതിയിട്ടും പിന്നെയും കളിച്ച് ഗോൾ അടിച്ചാൽ അത് ഗോളായിട്ട് ആരും എണ്ണുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഗൗരവമായി എടുക്കണം. ഈ കാര്യങ്ങളൊക്കെ ഗൗരവമായി എടുക്കാൻ ഏതാ നമ്മളെ സഹായിച്ചത്? യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുക എന്ന് നമ്മൾ കൈയാളുന്ന ആ പ്രധാനപ്പെട്ട ഉപദേശം, ചുറ്റുമുള്ള ക്രിസ്തീയത ഒരു ദുരുപദേശമെന്ന് പറയുന്ന ആ കാര്യം, അതിനെ നമ്മൾ പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ നിലയിൽ പ്രായോഗികമായ നമ്മളോടുള്ള ബന്ധത്തിലും സഹോദരങ്ങളോടുള്ള ബന്ധത്തിലും ആരോഗ്യകരമായും ദൈവീകമായും ഉള്ള നിലപാടുകൾ നമുക്ക് സ്വീകരിക്കാനായിട്ട് കഴിയുന്നത്. ഈ നിലയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ, നമ്മൾ അങ്ങനെ പോകുമ്പോൾ നമ്മുടെ സഭയിലും കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകാനായിട്ട് കഴിയും. നമ്മെ മാതൃകയാക്കുന്ന നമ്മുടെ സഹോദരങ്ങളും മെല്ലെ മെല്ലെ ഈ വഴിയിലേക്ക് വരാനായിട്ട് ഇടയാകും. അങ്ങനെ നോക്കുക, നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ഈ നിലവിളക്കുകളെ നക്ഷത്രങ്ങൾ എന്നുള്ള നിലയിൽ നമുക്ക് നയിക്കാനായിട്ട് കഴിയും. ദൈവം ഈ കാര്യങ്ങളിൽ നമ്മളെ സഹായിക്കട്ടെ.